കുഞ്ഞപ്പനാ സൂതിനെ കണ്ട? സൂതിന്റെ കൈക്കാരനാ. ഒരു 10 രൂപ വണ്ടിക്കൂലി. വീട്ടിൽ പോയിച്ച് വരാനാ. ഇല്ല ഒന്നുമില്ല. കുഴപ്പമില്ല, കുഞ്ഞപ്പൻ പോയി തരാം കേട്ടാ. ഇന്നലെ ഒടുക്കലത്തെ ഒരു ചിക്കൻ കറിയും ബ്രെഡും കഴിക്കുകയും ചെയ്ത്. പിന്നെ പൂട്ടിയുടെ ഇതിനകത്ത് തന്നെ സ്ത്രീധനം കൊടുക്കാനുള്ള സ്വർണ്ണവും കൊണ്ടോ വെച്ചേക്കൊന്നു. ആർക്കറിയാം, ചിലപ്പോ അതും കാണും. അങ്ങനത്തെ ആളുകളാ. ബുർജ് ഖലീഫ പോലെ 24 hours ഓപ്പണാ, നോൺ സ്റ്റോപ്പ്. അപ്പൊ ഈ മറ്റവനാണ് ഇത് പൂട്ടിയിട്ടത്. ഇതൊരിക്കലും പൊറുക്കാൻ പറ്റൂല. ഇന്ത്യൻ മിലിറ്ററിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിത്. ആണെന്നേ. അവനല്ലേ ആ സുഗതൻ, അവനായിരിക്കും ഇതിന്റെ ആള്. ഇന്നലെ രാത്രി അവൻ എന്നോട് പറഞ്ഞ ഈ കല്യാണം അലമ്പാക്കുമെന്ന്. തൂറാൻ പറ്റിയില്ല, തീർന്നില്ലേ? അവന് സഹദേവനെ അറിയാൻ വയ്യാത്തോണ്ടാ. ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നും അറിയാത്ത പോലെ അവനേക്ക് ആക്ടിങ് കള്ളനാ. സഹദേവനാണ് കളി. ചേട്ടാ സലി ഉണ്ടോ? എടാ സലി, കിരൺ ചേട്ടനല്ലേ അഭിലാഷ് പറഞ്ഞ ചേട്ടാ? എന്താ സംഭവം? അവൻ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞ് സംഭവം എനിക്ക് അത്ര ക്ലിയർ ആയില്ല. ഞാൻ പറയാം. ഈ മാസം 18-ാം തീയതി നിങ്ങൾക്ക് തവണക്കടയിൽ ഒരു പരിപാടിയില്ലേ? ആ കല്യാണം ഒന്ന് മുടക്കണം. പെണ്ണ് ചേട്ടൻ്റെ. പിന്നെന്തിനു ചേട്ടാ കല്യാണ ദിവസം വരെ നോക്കണേ? നേരത്തെ വിളിച്ചോണ്ടാ നമ്മള് കൂടെ നിക്കാം. അവളങ്ങനെ ഇറങ്ങി വരില്ല. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലാണ് എനിക്കിപ്പോ. വിട്ടുകൊടുക്കാൻ വയ്യടോ. ചേട്ടൻ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അഭിലാഷ് നമുക്ക് ഉപയോഗമുള്ള ആളാണ്, അതുകൊണ്ടാണ് ഈ റിസ്ക് എടുക്കണത്. കൂടെ നിക്കാം, അത്രേ പറ്റുള്ളൂ കേട്ടാ. അത് മതിയോ? ഹലോ അഞ്ജു, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നീ ധൈര്യമായിട്ടിരുന്നു. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, നീ അതുപോലെ തന്നെ ചെയ്യണം. പറ്റുമെങ്കിൽ ഒന്ന് സെൻറ്റി അടിച്ചോ. അഞ്ജു ചേച്ചി, അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട്. സമാധാനമായി. എടാ, അവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവര് ചോദിച്ചാൽ ഞാൻ ടീനിനെ കെട്ടാൻ പോണ ആളെന്ന് പറഞ്ഞു. കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. എടിയാ പുരുഷനങ്ങളില്ലേ, അങ്ങനെ ഇവിടുന്ന് ഫേസ്ബുക്കിൽ ലൈവ് പോകുന്നുണ്ട്. നീ അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അഞ്ചിനടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഇട്ടു. ചേട്ടാ, ഈ ടച്ചിങ് സ്റ്റൈൻ്റെ ബേഗ് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കണം. അത് വെറും ചിക്കനല്ല, ചിക്കനോട് SB ടാബ്ലറ്റും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുള്ള ഐറ്റം. പണി കൊടുക്കാൻ പറ്റുന്നവർക്ക് ഒക്കെ പണി കൊടുക്കാം. നാളെ നിലം തൊടാതെ ഓടിക്കോട്ടെ എല്ലാം കൂടി. എടാ റജി എടുത്തൊന്ന് ചോദിക്കടാ, എനിക്കല്ലെന്ന് പറയണം. നിനക്കാന്ന് വെച്ചാൽ നടക്കും. തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാന്നവരടിക്കണം. അതുപോലുള്ള ആൾക്കാരെ കമ്പനി കിട്ടണം. കാലിന് ഉറപ്പില്ല, ഇനി തലയ്ക്ക് വെളിവും കൂടെ പോണം. ഇതാ കൂടി തന്നെയാണോ? കുറച്ചുകൂടെ കൂടിയത്. ഇത് കുറച്ച് ബാക്കിയുണ്ട്. മിലിറ്ററിയാ വേണമെങ്കിൽ 5 മാവന് കൊടുക്കാം. ഇത് 2 കൂടുതലോ? പുള്ളി അടിച്ചോട്ടെ.
കക്കൂസി പോവാൻ 2 സിഗരറ്റ്. നാളെ രാവിലത്തേക്ക് 2 കഞ്ചാവ് വറുത്ത് സിഗരറ്റ് ഒപ്പിക്കണം. അത് ഞാൻ ഇടയ്ക്ക് തരാം. എന്നെ വിശ്വസിക്കാം. കേണല്ല ചുമ്മാ നാളെ പന്തലങ്ങ് പറപ്പിച്ചോടാം. അഞ്ജു, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് പറ്റാത്തോണ്ടാ. ബി പോസിറ്റീവ്. ഒന്ന് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ടിരിക്കെ. ചേട്ടാ, 5 റൂമിലുണ്ട് കേട്ടോ. അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പിള്ളേരാരോ ഒരു കംപ്ലൈന്റ് ആയിരിക്കും. ഹലോ. സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? സദ്യ പരിപാടി കിട്ടാനായിട്ട് ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു കലാകാരൻ പറഞ്ഞതാ. എന്താ ഐഡിയ? അതായത് നാളെ സദ്യ ഗണപതിക്ക് വെക്കണതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസം കല്യാണം നടത്തുന്ന ആള്, അതായത് കാർന്നൂര്, അയാളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി. പിറ്റേ ആഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും, ഉറപ്പാ. ഓ ശരി. ഇവിടുത്തെ കല്യാണം നടന്ന മറ്റേ ജയൻചേട്ടൻ ഉണ്ടകണ്ണായിട്ടില്ലേ? അതെ, ഞാൻ 1-2 ക്ലാസ് കുടിപ്പിക്കാം. അതെ, പുള്ളി കൊണ്ട് തന്നെ നോക്കും. സലേ, നാളെ കുറച്ച് നേരത്തെ എണീക്കണം. ഒരുപാട് പണിയുള്ളതാ. കല്യാണത്തിനാണ് 100 വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട്. ടൂറാണ് ഒരു കക്കൂസ്. പിന്നെ 100 കക്കൂസ് ഉണ്ടാക്കിടാൻ പറ്റൂ. ദുബായിലെ ഒരാൾക്ക് 3. സഹദേവാ, 2 പാട്ട് കഴിഞ്ഞ് ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ. അഞ്ചാവനല്ലേ, മാറിയിട്ടൊന്നുമല്ലോ. ഓക്കെയാണ്. വാ, ഒരു സെറ്റ് ഇതോ തരാവേ. നന്ദി വേണം, നന്ദി. കറക്റ്റ് സമയമല്ലേ? സർ പ്ലീസ് സർ. അവൻ ചില്ലറക്കാരനൊന്നും എപ്പോഴും തെറിക്കലാണ്. മകനായിട്ട് എന്നെ അച്ഛന്റെ കിളി പറപ്പിക്കും. പാറക്കട്ര. ഈ സാരി എവിടെ മേടിച്ചേ? പൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചി, അത് മേടിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. അതെ ചേച്ചി, കുറെ നേരമായില്ലേ, ഞങ്ങൾ നിർത്തട്ടെ. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, തീർത്തിട്ട് വിടാം. ഒന്ന് പോയടേക്കാം. ചേച്ചി ഇത് ചേട്ടനും പറയുന്നുണ്ടാവും കേട്ടോ. ചേച്ചി എന്തിനാണ് പ്ലീസ്, ഞാൻ ഇതൊന്നും ചെയ്തോട്ടെ, എന്നെ കോൺസെൻട്രേഷൻ കളയല്ലേ. ഇനി ആർക്കെങ്കിലും തെക്കാനുണ്ടോ? തെക്കാൻ വേണ്ടി എടുത്തിട്ട് വാ. എന്റെ പൊന്നു മോളെ, ഈ വക സാധനങ്ങളൊക്കെ എടുക്കുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട്. ചേട്ടാ, പൂ മേടിച്ചപ്പോ കുറച്ച് കൂടുതൽ മേടിക്കായിരുന്നല്ലേ? എല്ലാരും എടുത്തപ്പോഴേക്കും എനിക്കില്ല. ഇതെന്താ കുളിക്കുന്നൊന്നുമില്ലേ? എടി, അവിടുത്തെ ബാത്റൂമിന്റെ വാലൊക്കെ പൊളിഞ്ഞു കിടക്കുവോ? എനിക്കൊന്ന് കക്കൂസി പോണം. ആരെങ്കിലും ഉണ്ടോ നോക്ക്. വേറെ നിറച്ചുണ്ട്. സജിതേച്ചിന്ന് തോന്നണേ. ഇറങ്ങട്ടെ, കുറെ പേര് കയറിയതാ, കുഴപ്പമില്ലല്ലോ. ചേച്ചി പൂ വന്നോ? ഹലോ കിരൺ, ചേച്ചി കത്രിക എടുത്തു. കേട്ടില്ല? തൊടല്ലേ, കവർ സെറ്റ് ചെയ്തു. ആ ഓക്കെ ഓക്കേടാ. എന്താ പറ്റിയടാ? എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ? എന്താ ആ ബ്യൂട്ടീഷ്യൻ പെണ്ണുമ്പിള്ള മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ല. അവസാനം സാധനം കിട്ടുമ്പോ കണക്കണാന്ന് പറഞ്ഞ് പൈസ ഒന്നും കുറച്ച് ഞാൻ തരില്ല കേട്ടോ. എടാ, മര്യാദക്ക് കിട്ടുന്ന എന്താന്ന് വെച്ചെടുത്തോ, അല്ലെങ്കിൽ കുന്തം കുടച്ചക്കറോ എല്ലാം കൂടെ എടുത്ത് ഞാൻ തൂട്ടിക്കളയും. ജയൻ ചേട്ടാ, ചേട്ടന് ഇതേവരെ റെഡിയായില്ലേ? അവിടെ ശാന്തിക്കാരൻ അന്വേഷിക്കണം, എന്തോ അത്യാവശ്യമാണെന്ന്. ചേട്ടാ, കെട്ടറൊക്കെ പൊട്ടുവോ? പിന്നെ പൊട്ടിയല്ലേടാ. ആ പൊട്ടിയാ കൊള്ളാം.
ഇതെന്നാ ഇയാളെ വയറ്റിൽ നിന്ന് പുകയാണോ വന്നത്? യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളല്ലേ, കുറച്ച് വെടിയുമ്പോഴൊക്കെ ഉണ്ടാവും. ഓ നിലമ്പൂർ കോവിലത്തെയാന്ന വിചാരം. ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോ ഒരു തേങ്ങോഴി അമ്മ വിളിക്കായിരുന്ന നിന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണ് വാരിയിട്ടുണ്ട്, അതുകൊണ്ട് വിളിക്കാഞ്ഞതാ. ഓ ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ? ഇതാ. ഞാൻ മാറ്റിത്തരാം. ഒന്നും അറിയാം please. എടാ, സുഖടാ, എടാ, എന്റെ ഊഴമാടാ. എടാ, സുഖടാ. എടാ, തുറക്കടാ, തുറക്കണം. എടാ, കഥ തുറക്കാൻ. എടാ, എടാ, സുഖടാ. സുഖം, ദർവാസ खोलो. സുഖം, ദർവാസ खोलो, സുഖം. സാബ് കേണലിന്റെ കിളി പോയി തുടങ്ങിട്ടാ. സുഖടാ, എടാ, ഒന്ന് ഇറങ്ങണം സുഖടാ.